ഹായ് ഓൾ. നമ്മൾ സാധാരണ നെയ്ച്ചോറിനും ബിരിയാണിക്കുമൊക്കെ ചള്ളാസ് ഉണ്ടാക്കുമല്ലോ തൊട്ട് കൂട്ടാനായിട്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള റെയ്ത്ത് നമുക്കങ്ങ് ഉണ്ടാക്കിയാലോ. ഇതിന് ഞങ്ങൾ സാധാരണ റെയ്ത്താണെന്നാണ് പറയാറ്. എനിക്കത് നമ്മുടെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇതിന് റെയ്ത്താന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ സാധാരണ അത് എന്താ പറയുക, തക്കാളിയും സവോളയും ഒക്കെ ചുമ്മാ തൈരിനകത്തോട്ട് അരിഞ്ഞിട്ടിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പം ഞാനിത് കുറച്ചുകൂടെ ഹെൽത്തിയും കുറച്ചുകൂടെ ടേസ്റ്റിയും ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ദാണ്ടേ ഇന്നലെ രാത്രിക്ക് കിടക്കാൻ നേരത്തുണ്ടല്ലോ കുറച്ച് പാൽ ഉറയൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാലുണ്ടല്ലോ ഞാനൊരു ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ടായിരുന്നു ഉറയൊഴിച്ച് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ ദാണ്ട് ഈ തൈര് അങ്ങ് ലൂസായിട്ട് കിടക്കുന്നത്. ഇങ്ങനെ ലൂസായിട്ടുള്ള തൈര് വേണമെന്നൊന്നുമില്ല കേട്ടോ. നല്ല കട്ടിയായിട്ടിരിക്കുന്ന തൈരുണ്ടല്ലോ അതാണെങ്കിലും മതി. അതാകുമ്പോൾ കുറച്ചുകൂടെ രസമായിരിക്കും കഴിക്കാൻ. അപ്പം ഞാൻ ഇതുണ്ടാക്കാനായിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ദാണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തൈരങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിനാവശ്യമായിട്ട് ഞാൻ ഒരു ചെറിയ സവോള ദാണ്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് തിരുമ്മിയിട്ട് ഇതിൻ്റെ നീരങ്ങ് ഇറങ്ങി വരരുത്. ഈ നമ്മൾ സവോള അരിയുമ്പോഴുണ്ടല്ലോ അതിൻ്റെ അല്ലികളൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുമല്ലോ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി, അത് ഒന്ന് വേർപെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് അതിനെ നമുക്ക് ഈ തൈരിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളി ദാണ്ടേ കുനുകുനാന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കുരുവൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ചില ആൾക്കാർ ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാൻ നേരത്തുണ്ടല്ലോ തക്കാളി മുറിച്ചിട്ട് അതിനുള്ളിൽ കുരുവും അതെല്ലാം അങ്ങ് മാറ്റി കളയാറുണ്ട്. ഞാൻ അങ്ങനെ മാറ്റിയിട്ടൊന്നുമില്ല. മൊത്തത്തോടെ ദാണ്ടേ കുനുകുനാന്നങ്ങ് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് എന്താണ് നല്ല പൊടി പോലെ അങ്ങ് അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ദാണ്ടേ 2 പച്ചമുളക് നടുവേ കീറിയിട്ട് നല്ല കുനുകുനാന്നങ്ങ് അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. പച്ചമുളക് നമ്മളുടെ എരിവിന് ആവശ്യത്തിന് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ദാണ്ടേ 2 തണ്ട് കറിവേപ്പിലയും കൂടെ നല്ല കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ ഇതിനകത്ത് ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇനി വേണമെങ്കിൽ കക്കിരി കുനുകുനാന്ന് അരിഞ്ഞിടാം, പിന്നെ ലെറ്റ്യൂസ് വേണമെങ്കിൽ നല്ല കുനുകുനാന്ന് അരിഞ്ഞിടാം, മല്ലിയില അങ്ങനെ അരിഞ്ഞിടാം. ഈ കറിവേപ്പില ചേർക്കുമ്പം മല്ലിയിലയുടെ ആവശ്യം ഉണ്ടാവത്തില്ല കേട്ടോ. കുറേ ഇലയൊക്കെ ആയി കഴിയുമ്പോൾ ഒരു രസം ഉണ്ടാവത്തില്ല. അപ്പോൾ ഒന്നുകിൽ കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ഏതെങ്കിലും ഒന്ന് മതിയാവും. അപ്പോൾ ഇതങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ. ഇത് നമുക്ക് ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയും ടൊമാറ്റോ റൈസിൻ്റെ അങ്ങനത്തെ ഉള്ള റൈസുകളുടെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാം. ചുമ്മാ ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഇതൊക്കെ ഒഴിച്ച് കൂട്ടാനാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. എന്തുമാത്രം പച്ചക്കറികൾ കൂടുതൽ ചേർക്കുന്നോ തൈരിൻ്റെ കൂട്ടത്തിൽ, അപ്പോൾ അതിന് മാത്രം ഹെൽത്തിയും ആയിരിക്കുമല്ലോ. ഇനിയിപ്പോൾ ഇത് കൂടാതെ ഉണ്ടല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആപ്പിള് ഒക്കെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് അനാറൊക്കെ അങ്ങ് പൊളിച്ചിട്ടിട്ട് ചുമ്മാ കഴിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റിയും ആയിരിക്കും, നല്ല ഹെൽത്തിയും ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്ത ആൾക്കാരൊക്കെയും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.